Well, next topic is hash table. So എന്താണ് ഹാഷിംഗ് അല്ലെങ്കിൽ എന്തിനാണ് നമുക്ക് ഹാഷിംഗ്? So why do we need hashing? The main reason, നിങ്ങൾക്കറിയാം, മെനി ആപ്ലിക്കേഷൻസ് ആർ ഡീലിംഗ് വിത്ത് ലോട്ട് ഓഫ് ഡാറ്റ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ സെർച്ച് എൻജിൻ അല്ലെങ്കിൽ വെബ് പേജസ് എല്ലാം ഇഷ്ടം പോലെ വെബ് പേജസും ഡാറ്റയാണുള്ളത്. സോ ഇതെല്ലാം ഒത്തിരി ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ സെർച്ചിങ് കുറച്ച് ഈസി ആക്കണം, അല്ലേ? നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട്, വളരെ ക്വിക്കായിട്ട് അത് കിട്ടണം. അപ്പോൾ അത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ലുക്കപ്പ് ടൈം ആർ ക്രിട്ടിക്കൽ. സോ നോർമലി നമ്മളിപ്പോൾ സെർച്ചിങ് അൽഗോരിതംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ഏതൊക്കെ സെർച്ചിങ് അൽഗോരിതം നമ്മൾ പഠിച്ച? ലീനിയർ സെർച്ച് ആൻഡ് ബൈനറി സെർച്ച്. ദെൻ വി സെറ്റ് ബൈനറി സെർച്ച് ഗിവ്സ് log n ടൈംസ് ഈസ് ദ അനാലിസിസ്, അല്ലേ? log n ടൈമിൽ റിട്ടേൺ തരും വാല്യൂ. സെർച്ച് ഓപ്പറേഷൻ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ log n ടൈമാണ്. സോ അതിനേക്കാളും നന്നായിട്ട്, ബൈനറി സെർച്ചിനേക്കാളും നന്നായിട്ട്, log n-നേക്കാളും നന്നായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് നമുക്കിപ്പോൾ ഈസ് ഇറ്റ് പോസിബിൾ ടു ഗീവ് കോൺസ്റ്റൻറ്റ് ടൈം? കോൺസ്റ്റൻറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പേജ് വേണമെങ്കിൽ എക്സാക്ട്ലി 1 ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ആ പേജ് കിട്ടും. നമ്മൾക്ക് എല്ലാ ലൊക്കേഷനും സെർച്ച് ചെയ്യണ്ട. അതൊക്കെയായിരുന്നു, അല്ലേ? നമ്മൾ ലീനിയർ സെർച്ചിൽ എങ്ങനെയായിരുന്നു? നമ്മൾ എല്ലാ ഇൻഡെക്സും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കും, ഇതാ നമ്പറാണോ എന്ന് ചെക്ക് ചെയ്യും. നമ്മൾ ബൈനറി സെർച്ചിൽ എങ്ങനെയാണ്? നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കും, അല്ലേ? അതല്ലാണ്ട് ഒറ്റൊരു ലൊക്കേഷനിൽ പോയിട്ട് ഡാറ്റ കിട്ടുമോ? അപ്പോൾ അതാണ് കോൺസ്റ്റൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ. ബിഗ് ഓഫ് 1 കോൺസ്റ്റൻറ്റ് ടൈം. ഈസ് ഇറ്റ് പോസിബിൾ? അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് നമുക്ക് ഡാറ്റ, സപ്പോസ് വി അറേഞ്ച്ഡ് ദി ഡാറ്റ ഇൻ എ ഡിക്ഷണറി, അല്ലേ? നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ബുക്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിൽ ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറയുകയാണ് ചാപ്റ്റർ 5 ഇൻ പേജ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേജ് 10 പോയി കഴിഞ്ഞാൽ ചാപ്റ്റർ 5 കിട്ടും, അല്ലേ? എക്സാക്ട്ലി ചാപ്റ്റർ 5 എല്ലായിടത്തും സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല, കറക്റ്റ് ഇൻഡെക്സിൽ നോക്കിയാൽ മതി. അതാണ് നമ്മൾ ഡിക്ഷണറി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? സോ സപ്പോസ് വി അറേഞ്ച് ദി ഡാറ്റ ഇൻ ദി ഫോം ഓഫ് ഡിക്ഷണറി. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം? വി ക്യാൻ ഗെറ്റ് ദി ഡാറ്റ, വി ക്യാൻ സെർച്ച് ദി ഓപ്പറേഷൻ ഇൻ കോൺസ്റ്റൻറ്റ് ടൈം. So that is the idea of hash table. So hash table is a data structure that represents data in the form of key value pairs. Key value pairs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, there will be a value and there will be a corresponding key or index, right? So each key is mapped to a value in the hash table, right? So these keys are used as an index for the value, right? So what is a hashing or hash function? We call it as hash function. So hash function is the method which convert the key into index. നമ്മളിപ്പോൾ ഒരു കീ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുക. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ലെറ്റ് h of x is a hash function. സപ്പോസ് ഒരു സിമ്പിൾ മെത്തേഡാണ്, അല്ലേ? നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. നമ്മളിങ്ങനെയാണ്, സപ്പോസ് വി ഹാവ് എ ടേബിൾ, ഹാഷ് ടേബിൾ വിത്ത് table size. Then suppose I want to store the value x, then we will find the index as x mod table size. അപ്പോൾ മോഡുലസ് ഓപ്പറേറ്റർ വെച്ചിട്ട് we will get the what is the index of the table. For example, the size of the table is 10. Then the index will be the last digit, അല്ലേ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നോർമലി we are using the table size as prime number. ഓക്കെ, പ്രൈം നമ്പർ വെച്ചിട്ട്. കാരണം എന്തുകൊണ്ടാണ്? പ്രൈം നമ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് വാല്യൂസ്, റൈറ്റ്? സോ നോർമലി ടേബിൾ സൈസ് പ്രൈം നമ്പർ വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ദി ഒപ്റ്റിമം റിസൾട്ട്. സോ ഹൗ ഇറ്റ് ഈസ് വർക്ക്സ്, ഐ വിൽ ഗിവ് സം എക്സാമ്പിൾ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാഷ് ടേബിളിൽ ഫസ്റ്റ് വി വാണ്ട് ടു ഇനീഷ്യലൈസ് ദി ടേബിൾ. ഇനീഷ്യലൈസ് ദി ടേബിൾ മീൻസ്, നമ്മൾ ഇനീഷ്യലി പറയുകയാണ് ഹാഷ് ടേബിൾ ഈസ് എംപ്റ്റി, ദർ ഇസ് നോ വാല്യൂസ് ഇൻ ദി ടേബിൾ. So before insert an element into the array or table, let make the array default value as -1. ഈ സിംപ്ലി -1 എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ലൊക്കേഷനിലും -1 സ്റ്റോർ ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ദാറ്റ് -1 indicates the elements not present or particular index is available to insert ചെയ്യാൻ അവൈലബിൾ ആക്കുവാണ്. You can see this figure. Okay, here the table size is 7. So index from 0 to 6, അല്ലേ? എല്ലാ വാല്യൂസും -1 ആക്കും, right? So this is the initial step.
initialize the hash table. Next, suppose the insert operation. I want to insert 24 in the table. So how I can insert? So we know that size is 7. The value to be stored is 24. Then we will find the index or key. How we find number? No, the element or value mod size. That means 24 mod 7. The value is 3. So in that location, that means array of 3, I will store 24. This is a simple idea, right? I will take another example. Suppose I want to insert 8. So how 8? 8 mod 7. Index is 1. So I will store the 8 into 1. Array of 1. നമ്മൾ 8 store. So that is the idea. Another example. I want to insert 14. What will be the index? Index will be 14 mod 7 0. So array of 0 14 story. So this is an idea. You can use the modulus operator, right? And suppose I want to another problem is there while like hashing research area എന്ന് പറയുന്നത്. Suppose another value, for example, suppose I want to insert 21. So what will be the index? 21 mod 7 is 0. 0 already 14 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇനി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. So this is called collision. നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. There are lot of collision avoidance method, right? Collision വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ള ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. Okay, you can use the methods. Normally we are using the linked list for like solving the collision. Okay, in the search operation, in the search operation, that is a very important. Okay, this is our main objective, search operation. Suppose I want to search 8 in the so I will find the index 8 mod 7. 8 mod 7 is 8, right? 8 mod 7 is 1. Index is 1. So array of 1 il ഞാൻ ചെക്ക് ചെയ്യും. array of 1 il 8 ഉണ്ട്. Okay, directly find the index and check in the table search form. Suppose I will take another search. I want to search 19. So 19 mod 7, the value is 5, and array of 5 is actually -1. It's not 19. So we will say search not found. Okay, so these are basic operations. And suppose I want to delete an element. What we do is simply remove the element from the hash table and put -1 in that place. So this is the delete operation. Suppose I want to delete 24 in the existing table. Here 24 mod 7 is 3, and array of 3 will put -1 in the array of 3, right? So this is about the basic of a hash table. Then we will see how we are doing the program in C. So our experiment number is 16, hash table. So we will see the program. Initially we will include the header files, and using the hash define we can declare the size is 7, and there will be an array to store the values. So size of the array is size, and there are some functions. We can initially declare the functions, or നിങ്ങൾ സാധാരണ വേണമെങ്കിൽ ഇവിടെ ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്യാം, അതിന് ശേഷം മെയിന് ശേഷം ഫങ്ഷൻ എഴുതാം. അതാണ് നമ്മൾ ഫങ്ഷൻ ഡിക്ലറേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇവിടെ ഡിക്ലെയർ ചെയ്യുക, മെയിന് മുമ്പ് ഡിക്ലെയർ ചെയ്യുക, ജസ്റ്റ് ഫങ്ഷൻ്റെ പേര് റിട്ടേൺ ടൈപ്പൊക്കെ വെച്ച് ഡിക്ലെയർ ചെയ്യുക. അതിന് ശേഷം ഫങ്ഷൻ കഴിഞ്ഞതിന് ശേഷം എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് മെയിൻ്റെ മുമ്പ് തന്നെ ഫങ്ഷൻ ഡെഫിനീഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. ഫങ്ഷൻ ഡെഫിനീഷൻ എഴുതുക, മെയിൻ ഏറ്റവും ലാസ്റ്റ് എഴുതുക. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും. ഫങ്ഷൻ ഡെഫിനീഷൻ മെയിൻ്റെ മുകളിൽ എഴുതിയിട്ട് മെയിൻ ഏറ്റവും അവസാനം അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഡിക്ലറേഷൻ എഴുതിയിട്ട് മെയിൻ ഫങ്ഷൻ എഴുതിയിട്ട് ഡെഫിനീഷനൊക്കെ മെയിൻ ഫങ്ഷന് ശേഷവും എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, so here I am just declaring the functions. Then main function
In main function, first we will initialize the hash table, all the values is 1. Then using an infinite loop, I will read the menu, I will print the menu, then read the option from the user, 1 for insert, 2 for delete, 3 for search, 4 for display table, and 5 to exit. Enter your choice. The option will be read to the choice variable, right? Then using a switch command, switch statement, നമുക്കറിയാം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈ മെനൂസ് ആണ് വർക്ക് ചെയ്യുക നോർമലി. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് കേസ് വൺ മീൻസ് ചോയ്സ് യൂസർ എൻട്രി ചെയ്ത ചോയ്സ് 1 ആണെങ്കിൽ നമ്മൾ ഇൻസെർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തു. ദെൻ ബ്രേക്ക്. കേസ് 2 ആണെങ്കിൽ യൂസർ എൻട്രി ചെയ്ത് 2 ആണെങ്കിൽ ഡിലീറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തു. കേസ് 3 ആണെങ്കിൽ സെർച്ച് ഫംഗ്ഷൻ കോൾ ചെയ്തു. കേസ് 4 ആണെങ്കിൽ ഡിസ്പ്ലേ ഫംഗ്ഷൻ കോൾ ചെയ്തു. കേസ് 5 ആണെങ്കിൽ യൂസർ എൻട്രി ചെയ്ത് 5 ആണെങ്കിൽ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. സപ്പോസ് യൂസർ ഈ ഓപ്ഷനൊന്നല്ല വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് എൻട്രി ചെയ്തത്, വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ വി സിംപ്ലി പ്രിൻ്റ് എ മെസ്സേജ് റോങ് ഇൻപുട്ട്. Okay, so this is about the main function, and we'll see one by one. Insert function first. So what is insert function? For inserting a value into the hash table. So we will read the what value to be inserted from the user. ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഇൻഡെക്സ് അല്ലെങ്കിൽ കീ കണ്ടുപിടിക്കും, റൈറ്റ്? അപ്പോൾ അതെങ്ങനെ കാണും? വാല്യൂ മോഡ് സൈസ്. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് കിട്ടി. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുവാണ് ഇൻഡെക്സ് -1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. -1 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? -1 അല്ലെങ്കിൽ എന്താ, വേറെ വാല്യൂ അവിടെ ഉണ്ട്, കൊളീഷനാണ്. -1 ആണെങ്കിൽ നമ്മൾ സിംപിളി ആ ലൊക്കേഷനിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുക. അതിനുശേഷം നമ്മളൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്തു, വാല്യൂ ഈസ് ഇൻസെർട്ടഡ് അറ്റ് ആ ലൊക്കേഷൻ. ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുക, ഇൻസെർട്ടഡ് എന്നുണ്ട്. സപ്പോസ് -1 അല്ലെങ്കിലോ എൽസ് ആണെങ്കിൽ പ്രിൻ്റ് ഓഫ് കൊളീഷൻ unable to insert, right? So this is insert function. പിന്നെ ഡിലീറ്റ് ഫംഗ്ഷനിൽ എങ്ങനെയാണ്? ഇതുപോലെ തന്നെ നമുക്ക് ഏത് വാല്യൂ ആണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ വാല്യൂ യൂസറിൽ നിന്ന് റീഡ് ചെയ്യുന്നു, കീ കണ്ടുപിടിക്കുന്നു. അതിന് ശേഷം നമ്മൾ ആ ലൊക്കേഷനിൽ, കീ കിട്ടിയ ലൊക്കേഷനിൽ ഈ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യുക. വാല്യൂ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ -1 വയ്ക്കുന്നു, അപ്പോൾ അത് ഡിലീറ്റ് ആയി പോകും. വാല്യൂ എന്നിട്ട് നമ്മൾ അതിന് ശേഷം ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുക, നമ്മളത് വാല്യൂ ഡിലീറ്റ് ചെയ്തു എന്ന്. ഇനിയിപ്പോൾ ആ ലൊക്കേഷനിൽ വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുക, ഈ വാല്യൂ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന വാല്യൂ ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദി ഹാഷ് ടേബിൾ. ഇതാണ് ഡിലീറ്റ് ഫംഗ്ഷൻ. ഇനി സെർച്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഒരു വാല്യൂ എൻട്രിയും അത് ഹാഷ് ടേബിൾ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വാല്യൂ യൂസറിൽ നിന്ന് റീഡ് ചെയ്യും, അതിനുശേഷം കീ കണ്ടുപിടിച്ചു. ഇനി ആ കീ, അതായത് ഇൻഡെക്സിൽ വാല്യൂ ആണോ നോക്കും. വാല്യൂ ആണെങ്കിൽ വാല്യൂ പ്രസൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വാല്യൂ ഈസ് നോട്ട് പ്രസൻറ്റ്. യൂസർ എൻട്രി ചെയ്ത നമ്പർ നോട്ട് പ്രസൻറ്റ് എന്ന് പ്രിൻ്റ് ചെയ്യും. ഡിസ്പ്ലേ ആണെങ്കിൽ എന്താ? ഡിസ്പ്ലേ ആണെങ്കിൽ നമ്മൾ ഒരു ഫോർ ലൂപ്പിൽ ബിഗിനിങ് തൊട്ടിട്ട് ഇൻഡെക്സ് 0 തൊട്ടിട്ട് നമുക്ക് ലെസ് ദാൻ സൈസ് വരയ്ക്കും എടുത്ത് എല്ലാ ഇൻഡെക്സിലും എന്താണുള്ളത് അത് പ്രിൻ്റ് ചെയ്യുക. അത് ജസ്റ്റ് പ്രിൻ്റ് ചെയ്തു. ഇതാണ് ഡിസ്പ്ലേ ഫംഗ്ഷൻ, ഡിസ്പ്ലേ ദി ടേബിൾ, റൈറ്റ്? അപ്പോൾ ഇത്രയാണ് പ്രോഗ്രാമുള്ളത്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇതിലെന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക.